ഇന്നലെ ഷൈജുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ പോയത് എടപ്പള്ളിയിലുള്ള ഫ്രസ്റ്റീസ് ഗാർഡൻ കഫേയിലേക്കാണ്. ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. അപ്പോൾ എന്താ സംഭവം എന്നൊന്നും ഷൈജുവിന് മനസ്സിലായിട്ടില്ല. ഡിന്നർ കഴിക്കാം ആ ഒരു രീതിയിലാണ് വന്നത്. പക്ഷെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് ഷൈജു ശരിക്കും ഞെട്ടിപ്പോയത്. ഞാനിവിടെ ഒരു 2 ദിവസം മുന്നേ വിളിച്ച് പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അകത്തേക്ക് കയറിയപ്പോഴാണ് ഷൈജു അറിയുന്നത് ഈ കാണുന്നതൊക്കെ ഷൈജുവിന് വേണ്ടിയുള്ള ഡെക്കേഴ്സ് ആണെന്നൊക്കെ. ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോ കേട്ടോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഡിന്നർ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാതെ അറിയാം. പിന്നെ എന്തെങ്കിലും സർപ്രൈസ് ആണെങ്കിൽ ഇത് വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഷൈജു മാത്രമല്ല കേട്ടോ, ദാവീദ് സർപ്രൈസ് ആയിപ്പോയി. കാരണം അവന് ഞാൻ ചെറിയൊരു ക്ലൂവേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ നമുക്കൊരു സ്ഥലത്ത് ഡിന്നർ കൊടുക്കാൻ കൊണ്ടുപോകും, അത്രേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ടേബിളിൽ നല്ലൊരു ബർത്ത്ഡേ കാർഡൊക്കെ വെച്ച് ക്യാൻഡിൽസും ബലൂൺസൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് എല്ലാവരും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ബർത്ത്ഡേ കേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവർ തന്നെയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാവേ. ഈ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ ഹാപ്പി ബർത്ത്ഡേ സോങ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ പോയത് തേഴ്സ്ഡേ, ശരിക്കും വീക്കെൻഡ്സിൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ പിന്നെ പബ്ലിക് ഹോളിഡേയ്സ് ഈ ദിവസങ്ങളിൽ കൂടെ ലൈവ് മ്യൂസിക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ പാടി തരുമായിരുന്നു. എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഷൈജു ഹാപ്പിയായപ്പോൾ പിന്നെ ഞങ്ങൾ ഹാപ്പിയായി. കാരണം ഒരു സർപ്രൈസ് കൊടുത്തിട്ട് അത് ഫ്ലോപ്പായില്ലല്ലോ. കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോഴാണ് ഇത് അടുത്ത സർപ്രൈസ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ദാവീദ് ആ മഴയത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു. ശരിക്കും എന്ത് രസമായിരുന്നു അറിയാമോ ആ മഴ പെയ്യുന്ന കാണാൻ. അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മെനു സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മൊജിറ്റോസ് ആയിരുന്നു കേട്ടോ വെൽക്കം ഡ്രിങ്ക് ആയിട്ട്. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരുന്നു, പക്ഷേ സെയിം ഫ്ലേവർ ആയിരുന്നു. പിന്നെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പും സ്വീറ്റ് കോൺ വെജ് സൂപ്പും. ഞാൻ വെജ് ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ സ്റ്റാർട്ടറായിട്ട് വന്നത് ചിക്കൻ ലോലിപോപ്പും ഷെഷ്വാൻ ഡ്രൈ പനീറും ആയിരുന്നു. നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നത് എറണാകുളം സിറ്റിയുടെ നടുക്കാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അത്തരം ഒരു ഗ്രീനറി ആയിരുന്നു നമ്മുടെ ചുറ്റിനും. ശരിക്കും ഒരു കാട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഫീലായിരുന്നു. ഫുഡെല്ലാം നല്ലതായിരുന്നു. ഇവിടെ ഞാൻ ചാർക്കോയ വെജ് നൂഡിൽസ് ആയിരുന്നു, ദാവീദിന് എഗ് നൂഡിൽസ്, ഷൈജുവിന് ബീഫ് സ്റ്റേക്ക് ആയിരുന്നു. ഇതൊരു പാക്കേജ് ആയിട്ടായിരുന്നു കേട്ടോ എടുത്തത്. ഇതിൽ കേക്ക്, ഡക്ക് ആൻഡ് ഫുഡ് ഇത്ര ഉൾപ്പെടും. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സ്ഥലമായിരുന്നു ഇത്. ഇതിവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. കാരണം അത്ര അടിപൊളിയായിരുന്നു, വേറൊരു ലെവലാണ്. അപ്പോൾ ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ എന്തെങ്കിലും സെലിബ്രേഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ആ രീതിയിൽ അവരെല്ലാം സെറ്റ് ചെയ്ത് തരും. എങ്ങനെയുണ്ടായി ബർത്ത്ഡേ സർപ്രൈസ്? കൊടും സംഭവം. ഞാൻ അതിൻ്റെ മുമ്പ് ഇവിടെ എല്ലാ ദിവസവും പോകുന്നതാണ്. പക്ഷേ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു പരിപാടി. അത് നല്ല അടിപൊളിയായിരുന്നു. താങ്ക് യു ഡിയർ, താങ്ക് യു.